ഹായ് മക്കളെ, നമ്മൾ ഇന്ന് വർക്ക് എനർജി ആൻഡ് പവറിലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ടർ ഫോൾസ് ഫ്രം എ ഹൈറ്റ് ഓഫ് 60 meters at the rate of 15 kilograms per second to operate a turbine. The losses due to frictional forces are 10% of energy. How much power is generated by the turbine? നമ്മുടെ ടെർബൈൻ ജനറേറ്റ് ചെയ്യുന്ന പവർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഗിവൺ ആയിട്ട് എന്താ ഉള്ളത്? 10% ഓഫ് എനർജി ഈസ് ലോസ്റ്റ് അല്ലെ. 10% ഓഫ് എനർജി ഈസ് ലോസ്റ്റ് ടു നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ദെൻ 15 കിലോഗ്രാംസ് പെർ സെക്കൻഡ് എന്നുള്ള എന്താണ്? മാസ് ബൈ ടൈമിന്റെ ഒരു ക്വാണ്ടിറ്റി ആണ് അല്ലെ. നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മാസ്, നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മാസ് ആയിരിക്കും. അപ്പോൾ മാസ് ബൈ ടൈം ആണ് 15 കിലോഗ്രാംസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഹൈറ്റ് എന്താണ്? ഹൈറ്റ് 60 meters ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് പവർ? പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. പവർ ഇസ് ഗിവൺ ആസ് എനർജി ബൈ ടൈം അല്ലെ. പവർ ഇസ് ഗിവൺ ആസ് എനർജി ഇ ബൈ ടൈം ടി. അങ്ങനെയാണെങ്കിൽ എനർജി എന്തായിരിക്കും? വാട്ടർ ഫോളിംഗ് ഫ്രം ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mgh by t. ആൻഡ് ഇനി ഒരു കാര്യം കൂടി നോക്കണം. നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കഴിഞ്ഞിട്ട് എത്ര ബാക്കിയുണ്ടാവും? എത്ര എനർജി ബാക്കിയുണ്ടാവും? ഇൻറ്റു 90/100 അല്ലേ ഉണ്ടാവുള്ളൂ. 90% ആയിരിക്കും റിമൈനിങ്. നമ്മുടെ മാക്സിമം ഔട്ട്പുട്ടിന്റെ 90% ആയിരിക്കും റിമൈനിങ്, ബിക്കോസ് 10% ഓഫ് എനർജി ഇസ് ലോസ്റ്റ് ടു ഫ്രിക്ഷണൽ ഫോഴ്സസ്. അങ്ങനെയാണെങ്കിൽ mgh m/t എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ m/t എന്താണ്? m/t ആണ് 15 കിലോഗ്രാംസ് പെർ സെക്കൻഡ്. മാസ് പെർ ടൈം അല്ലെ. കിലോഗ്രാംസ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ മാസ് ബൈ ടൈം ആയി. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 15 × 10 × ഹൈറ്റ് എത്രയാണ്? നമ്മുടെ ഹൈറ്റ് 60 ആണ്. ഇൻറ്റു 90/100 ആണ്. 90/100. ഓക്കെ, ഇനി ഒരു സീറോ ഇവിടെ കിട്ടി, ഒരു സീറോ ഇവിടെ കിട്ടി. നമുക്ക് എന്താണ് കിട്ടുന്നത്? 150 × 150 × 54 എന്ന് കിട്ടും. വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 150 × 54. അതെത്രയാണ്? ഇത് 8100 ആണ്. 8100 ആണ് ഈ വാല്യൂ. ആൻഡ് അതെന്തായിരിക്കും? SI യൂണിറ്റ് എന്താണ്? പവറിന്റെ SI യൂണിറ്റ് ഇസ് വാട്ട്സ്. വാട്ട്സ് എന്ന് പറയുന്നത് W ആണ്. ആൻഡ് നമ്മളിനി ഓപ്ഷൻസ് നോക്കിയാൽ എന്താണ്? ഓപ്ഷൻസ് എല്ലാം കിലോ വാട്ടിലാണ് അല്ലെ. KW കിലോ വാട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈ 1000 ചെയ്യണം. ഡിവൈഡ് ബൈ 1000 ചെയ്താൽ വി വിൽ ഗെറ്റ് ദ പവർ ആസ് 8.1 kilowatts അല്ലെ. 8.1 kilowatts ആയിരിക്കും പവറിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് 8.1 kilowatts. So we can mark option A as the final answer. Thank you.